ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെബിലാസ് ഡയറി. ഒരു കുക്കർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ചൂടായിരിക്കുന്ന ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 സവാള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു തക്കാളി, 2-3 പച്ചമുളകും ഒരു ക്യാപ്സിക്കവും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി സ്പൈസസ് ആയിട്ട് വരാൻ പോകുന്ന സംഭവങ്ങളാണ്: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ സെറ്റായി. അതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് എല്ലാം തന്നെ യോജിപ്പിക്കാൻ നിങ്ങൾ മറക്കരുത്. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ആ മസാല മാറ്റി വെക്കുക. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 2 750 ഗ്രാമിൻ്റെ ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കസൂരി മേത്തി ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. നമ്മളിത് ഇത്രയും എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 ചിക്കനാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിലർക്ക് എരിവൊക്കെ പ്രശ്നമാണെങ്കിൽ കുറച്ച് മുളക് കുറയ്ക്കുക കേട്ടോ. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് 2 ചിക്കൻ ഉള്ളതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചിക്കൻ ഇതുപോലെ ലൈനാക്കിയിട്ട് ചെറുതായിട്ട് ലൈനാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഈ ഒരു മസാലയുടെ പേസ്റ്റ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും വിടാതെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ഗ്രിൽ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു സ്പൈസി ആയിട്ടുള്ള മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ്റെ ഉള്ളിലേക്കും കുറച്ച് മസാല സ്റ്റഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ പൊട്ടിപ്പോവാതിരിക്കാനും നിങ്ങൾ വളരെയധികം നന്നായിട്ട് ശ്രമിക്കുക. കാരണം ചിക്കൻ പൊട്ടിപ്പോയാൽ പിന്നെ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറൊക്കെ മാറി പിന്നെ അത് കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ ഇതേപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഞാനൊരു മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 ചിക്കൻ്റെയും കാല് നമ്മൾ ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാണല്ലോ ഇത് വേവിക്കുന്നത്. അപ്പം കുക്കറിൽ ചിക്കൻ നമ്മൾ അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കാല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ചിക്കൻ അങ്ങനെ ഒരു പ്രോപ്പർ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ 2 സൈഡിലും ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം ടൂത്ത് പിക്ക് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ മസാല എല്ലാം നന്നായിട്ട് അതിൻ്റെ മേലേക്ക് പിടിക്കണമെങ്കിൽ മിനിമം ഒരു 1 hour നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചേ മതിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ റെഡിയായി. നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് കുക്കറിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പം ഫ്രിഡ്ജിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പിക്ചറാണിത്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 1 ചിക്കൻ വീതമാണ് നിങ്ങൾ വെക്കേണ്ടത്. അതും 15 മിനിറ്റാണ് ഒരു ചിക്കൻ റെഡി ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുത്ത സമയം. അപ്പം ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിലപ്പം 1 വിസിൽ വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ചിക്കൻ റെഡി ആയിട്ടില്ല എന്നുള്ളത്. ചിലപ്പം ചിക്കൻ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റാണ് ഇതിൻ്റെ ഒരു മിനിമം ടൈം. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ടാണ് ഈ 2 ചിക്കൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 2 ചിക്കനും കൂടി ആ കുക്കറിലേക്ക് ഇടാൻ കാരണം ഇതിൻ്റെ ആ ഒരു ഓയിലും പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വന്ന വെള്ളവും അതിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ റെഡി ആയിട്ടുള്ള 2 ചിക്കൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാലയിലേക്ക്
ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കംപ്ലീറ്റ് മസാലയും അതിലുള്ള മസാലയും ഇതിൻ്റെ മേലെ ഇട്ട പേസ്റ്റും ആ പേസ്റ്റിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റും ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന മസാലയും കാര്യങ്ങളും എല്ലാം കൂടി അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോപ്പർ ഗ്രിൽ ചിക്കൻ്റെ ടേസ്റ്റ് അല്ല, എന്നാൽ അതേപോലെ തന്നെ ഒരു കുറച്ച് നമുക്ക് ഗ്രേവിയും കൂടി കിട്ടുന്ന ഒരു കുക്കർ ചിക്കൻ റെസിപ്പി. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ മേലേക്ക് ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പ്ലേറ്റിലല്ല ട്രേയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രേയിൽ നമ്മളൊരു ഫുൾ കുബൂസാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് നമ്മുടെ 2 ചിക്കൻ സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നമ്മുടെ സാലഡ്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലെറ്റ്യൂസും കുക്കുംബറും അതേപോലെ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതാ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക മാസലാമ.